ഹായ് സുഹൃത്തുക്കളെ, ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനും ഈ പറയുന്ന ഡെപ്സിയെ പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടുള്ള ആളാണ്. കുറ്റം പറയല്ല, അവരുടെ അവൻ ജിദ്ദയിൽ വന്നപ്പോൾ ഉള്ള ഫസ്റ്റുള്ള പെരുമാറ്റം ശരിയല്ല. പിന്നെ ആള് റെഡിയാവുകയും ചെയ്തു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ ഈ സൗദി അറേബ്യയിൽ ദമാമിൽ വന്ന് ഇവൻ പൊടി വലിച്ചു മറ്റേ ചെയ്തു എന്ന് ഈ ഊളകൾക്ക് എങ്ങനെ മനസ്സിലായത്? അവര് വന്നിരുന്നു അവിടെ. ഒരാളെ ട്രോളുമ്പോൾ അതിന് വല്ല തെളിവോ കാര്യങ്ങളോ, അവനും ഉമ്മയും പെങ്ങന്മാരും കുടുംബവും നാട്ടുകാരൊക്കെ ഉള്ളത്, ഒരാളെ പോയിട്ട് മൊത്തം ഇങ്ങനെ പറയാ ഇവർക്കാരെ ലൈസൻസ് കൊടുത്തത്? ഇവരിനി അടുത്ത പരിപാടി എന്താന്ന് വെച്ചാൽ, ഇനി നോമ്പ് വരികയാണ്. ഇനി നോമ്പിനെ പറ്റിയിട്ട് നോമ്പ് നോക്കാത്തവര് നോമ്പ് കള്ളന്മാരെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് അങ്ങനെ കുറെ വീഡിയോകൾ ഉണ്ടാക്കും. ഒരു കുറച്ച് ചങ്ങായിമാരുണ്ട്. അതേപോലെ ഇപ്പൊ അടുത്തിപ്പോ പള്ളിയിലെ ഇമാമ് എന്തോ കീഴ്ശ്വാസം പോയി എന്ന് പറഞ്ഞിട്ട് അത് വേറെ രീതിയിൽ ഇതാക്കിങ്ങാണ്ട് ഒരു വീഡിയോ. ഇങ്ങനെയൊക്കെ സ്വന്തം ആളുകളെ തന്നെ താറടിച്ച് കാണിച്ച് ഇപ്പൊ അതാണല്ലോ പുതിയ ട്രെൻഡ്. കാരണം സ്വന്തം ഈ മതത്തിനെ അല്ലെങ്കിൽ സമൂഹത്തിനെ അല്ലെങ്കിൽ സമുദായത്തിനെ കുറ്റം പറഞ്ഞിങ്ങനെ നടക്കുക, അതിന് കുറെ ആൾക്കാർ കൈയടിക്കാനും ഈ എന്റർടൈൻമെന്റ് ഒക്കെ വേണം. അത് സോഷ്യൽ മീഡിയയിലൂടെ അത് ഒരു പറ്റുന്ന ആർക്കും വല്ല മെസ്സേജുകൾ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ചിരിപ്പിക്കാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ചില ആൾക്കാരുടെ വീട്ടിലത്തെ പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചുങ്ങാണ്ട് റീച്ച് കൂട്ടുന്ന കുറെ ടീമുകളുണ്ട്. ഇങ്ങനെ കുറെ ആളുകൾ അതിനേക്കാളും കഷ്ട ആണ് ഇവര് കാണിക്കുന്നത്. എന്തായാലും വളരെ വളരെ മോശമാണ്. കാരണം ഒരു രാജ്യത്ത് വന്ന് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഇവരങ്ങണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കാണിക്കുക. എന്തിത്തട ചെങ്ങായിമാരതൊക്കെ.